എന്താ ഇഫ്താർ എന്ന് പറഞ്ഞാൽ എന്താണ് ശരിക്കും? ഇപ്പം നമ്മൾ ഒരു സൽക്കരിക്കുന്ന ഒരു അതിഥികൾ എന്ന നിലക്ക് നമ്മൾ ബഹുമാനിക്കണോണ്ട് എന്ത് ചെയ്യുന്നറിയോ, എപ്പോഴും നമ്മളൊരു ഇഫ്താറിൽ പങ്കെടുത്ത് കഴിഞ്ഞാൽ നമ്മൾ അമിതമായി കഴിക്കും, നമ്മൾ ഭക്ഷണം അമിതമായി കഴിക്കുന്നു. ഞാൻ ആലോചിക്കുമ്പോൾ നമ്മുടെ പള്ളിയിലൊക്കെ ഇഫ്താർ നടക്കുന്നുണ്ട്. അപ്പോൾ പള്ളിയിലൊക്കെ ഇഫ്താർ നടക്കുമ്പോൾ ഞാൻ ആലോചിക്കുന്ന ഒരു കാര്യം എന്താ വെച്ചാൽ, സാധാരണ വീട്ടിൽ നിന്ന് തുറക്കുന്ന ഒരാൾ ഒരു മിനിമം ഭക്ഷണത്തിൽ നടത്തും. ഈ 30 ദിവസം ഇഫ്താർ പങ്കെടുക്കുന്ന ആളെന്താ അറിയോ, സാധാരണ നമ്മൾ മാസത്തിലോ ആഴ്ചക്കൊക്കെ എപ്പോഴെങ്കിലുമൊക്കെ ഒന്ന് ഹോട്ടലിലോ പുറത്തോ പോയി വീട്ടിൽ എന്തെങ്കിലും വിശേഷ ഭക്ഷണങ്ങൾ ഉണ്ടാക്കുന്ന പോലുള്ള ഭക്ഷണമാണ് ഈ 30 ദിവസം വരെ തിന്നണത്. എന്തെങ്കിലും മാറ്റങ്ങൾ ജീവിതത്തിൽ ഉണ്ടാകുമെന്ന് നിങ്ങൾ വിചാരിക്കുന്നുണ്ടോ സുഹൃത്തുക്കളെ? അപ്പോൾ നമ്മൾ പറഞ്ഞപ്പോൾ അങ്ങനെ പറയുമ്പോൾ എന്ത് ചെയ്യും, അങ്ങനെ ഭക്ഷണം കുറക്കണം എന്നത് യഥാർത്ഥത്തിൽ ഈ ഒരു നിയമത്തിൻ്റെയോ നോമ്പിൻ്റെയോ ശറഇൻ്റെയോ പരിധിയിൽ വരുന്നുണ്ടോ എന്നൊരു പക്ഷേ ആളുകൾ ചോദിക്കും. അതല്ലാതെ പിന്നെന്താണ് സൗം? സൗം എന്ന് പറഞ്ഞാൽ ഇംസാക്കാണ്. സൗം എന്ന് പറഞ്ഞാൽ പിടിച്ചു വെക്കുക. എന്തിനെയാണ് പിടിച്ചു വെക്കുന്നത്? ഖാല ഇന്നി നദർതു ലിർറഹ്മാനി സൗമ ഫലൻ ഉകല്ലിമൽ യൗമ ഇൻസിയാ. പിന്നെ മറിയം പറഞ്ഞു, ഞാൻ മൗനവ്രതത്തിലാണെന്ന്. സംസാരത്തെ എന്ത് ചെയ്യാണ്? നിയന്ത്രിക്കുക. അപ്പോൾ മിണ്ടൂലെന്നാണ്. ഇപ്പോൾ ഒരു അക്ഷരം മിണ്ടാതിരിക്കുക. ഭക്ഷണത്തിന് വ്രതമെടുക്കാൻ എന്താ? ഭക്ഷണം കഴിക്കാതിരിക്കുക. അപ്പോൾ നോമ്പ് നമ്മൾ അങ്ങനെ ചെയ്യുന്നുണ്ട്. ആ ഭക്ഷണ നിയന്ത്രണം നമ്മുടെ ശരീരത്തിനും നമ്മുടെ ജീവിതത്തിലും ഫലപ്രദമാകണം എന്നുണ്ടെങ്കിൽ എന്താ അറിയൂ, നമ്മൾ അസമയത്ത്, ഏത് രാത്രി സന്ദർഭങ്ങളിൽ, പ്രത്യേകിച്ച് അത്താഴത്തിൻ്റെ സമയം എന്ന് പറഞ്ഞാൽ ഒന്നും കഴിക്കാൻ സമയമെന്ന നിലക്കും ആരോഗ്യപരമായും ഒരു ബർക്കത്തിന് വേണ്ടി മാത്രം എന്തെങ്കിലും തിന്നേണ്ട ഒരു സമയമാണ് അത്താഴത്തിൻ്റെ സമയം എന്ന് പറഞ്ഞാൽ.